ഉപവാസത്തിന്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ഊർജവും ആത്മീയതയുടെ ശക്തിയും നിറഞ്ഞ പുണ്യ റമദാൻ. ഈ പുണ്യമാസത്തിൽ ഏഷ്യ ബഹ്റൈൻ ഒരുക്കുന്നു ഷഹറുർ റഹ്മ. ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചോ ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ. അവൈലബിൾ, അഫോർഡബിൾ, ആക്സസിബിൾ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, പരിശുദ്ധ റമദാൻ്റെ 17ാമത്തെ ദിവസം ബഹ്റൈനിലെ ഏഷ്യ ബഹ്റൈൻ്റെ ആശംസകളോടെ നിങ്ങളുടെ മുമ്പിൽ. ഇന്നലെ നമ്മൾ പറയുണ്ടായി കപടവിശ്വാസിയെക്കുറിച്ച്. കപടവിശ്വാസി അവൻ വലിയ വിശ്വാസിയായിട്ട് കാണിക്കുകയും എന്നാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ മനുഷ്യരാശിയെ ഉന്മൂലനാശം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഉണ്ടായിരിക്കും. അവനെയാണ് കപടവിശ്വാസി എന്ന് പ്രവാചകൻ പറഞ്ഞു പഠിപ്പിച്ചത്. എന്നാൽ വിശ്വാസി ആരാണെന്ന് പ്രവാചകൻ പറയുന്നുണ്ടായി. വിശ്വാസിയെക്കുറിച്ച് പ്രവാചകൻ്റെ വാഗ്ദാനം, പ്രവാചകൻ്റെ ഡെഫിനിഷൻ, അൽ മൂമിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസി. വളരെ ഷോർട്ടായിട്ട്, വെരി ഷോർട്ട് ലാംഗ്വേജിൽ പറഞ്ഞു. മൻ അമിനഹുന്നാസു അലാ അംവാലിഹിം വ അൻഫുസിഹിം. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞത് ആരാണ്? പടച്ച തമ്പുരാന് മാത്രം ഇഷ്ടപ്പെട്ടവനും മനുഷ്യരെ കുറിച്ച് ശ്രദ്ധിക്കാത്തവനുമല്ല സത്യവിശ്വാസി. യഥാർത്ഥ സത്യവിശ്വാസി അൽ മൂമിൻ മൻ അമിനഹുന്നാസ്, ജനങ്ങൾ അവനെ സുരക്ഷിതനാണെന്ന് കരുതും. ഏതിൽ? ജനങ്ങൾ ജാതി മതഭേദമന്യേ അവനെ ജനങ്ങൾക്കൊരു വിശ്വാസം. യവൻ ഹീ സേഫ് ഫോർ അസ്. എവിടെ? അലാ അംഫുസിഹിം അമ്വാലിഹിം. എൻ്റെ നഫ്സിന്, എൻ്റെ ശരീരത്തിന് ഒരു പ്രശ്നവും അവനൊക്കുണ്ടാവില്ല. അതുമാത്രമല്ല, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ സ്വത്ത്, എൻ്റെ ജീവിതം, ഈ രണ്ടിലും യവൻ ഉപദ്രവകാരിയല്ല. നേരെ മറിച്ച് യവൻ ഒരു സഹായിയാണ്. അവനാണ് സത്യവിശ്വാസി എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഒരു സത്യവിശ്വാസി, അവൻ്റെ സത്യവിശ്വാസത്തിൻ്റെ പാർട്ടാണ് പടച്ചതമ്പുരാൻ്റെ വിഷയങ്ങൾ, പ്രവാചകൻ്റെ വിഷയങ്ങൾ. പക്ഷേ യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ ഒരു സത്യവിശ്വാസി ആരാണ്? ജാതിമതഭേദമന്യേ ഒരു മനുഷ്യൻ കാണുമ്പോൾ അൽ മുഅ്മിൻ, സത്യവിശ്വാസി. ദിസ് ഈസ് എ വേർഡ് ഹി സെഡ്. മൻ അമിനഹുന്നാസ്, എ പേഴ്സൺ who is trusted and people feel he is secure on what? ala anfusihim wa amwalihim. എൻ്റെ സ്വത്തിനോ എൻ്റെ ശരീരത്തിനോ ഇവൻ ഉപദ്രവകാരിയല്ല, നേരെ മറിച്ച് സുരക്ഷിതം തരുന്നവനാണ്. മാത്രമല്ല അംവാലിഹിം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ പരിസരം, ഇതിനെല്ലാം ഇവൻ സുരക്ഷിതനാണെന്ന് കരുതപ്പെടുന്നവനാണ് വിശ്വാസി. അപ്പോൾ ഇവിടെ വിശ്വാസി എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഗം പടച്ചതമ്പുരാനും മാത്രം നല്ലവനായിരുന്ന പോരാ, മനുഷ്യരോടും ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളോടും ഒരു നല്ലവനായി മാറുമ്പോഴാണ് ഒരു നല്ല വിശ്വാസിയായി മാറുന്നത്. അതാണ് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് ഉണ്ടാക്കിയെടുക്കുവാൻ പടച്ച തമ്പുരാൻ നമുക്ക് ഉദക്കം തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.